എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. 9ാം ക്ലാസ്സിലെ നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വീഡിയോസൊക്കെ കാണുക, എല്ലാവരും കണ്ട് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. ലെറ്റേഴ്സും ക്വസ്റ്റ്യൻസുകളൊക്കെ നിങ്ങൾ പഠിക്കുക കേട്ടോ. കാരണം നിങ്ങളിപ്പോൾ പുതിയൊരു സിലബസ് ആയതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് ഏത് രീതിയിലാണ് വരും എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഓൾമോസ്റ്റ് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസുകളൊക്കെ നിങ്ങൾ നല്ലോണം പഠിക്കുക. അതുപോലത്തെയുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസുകളൊക്കെ നിങ്ങൾ പഠിക്കുക കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ്. റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ സാധാരണയായിട്ട് ചോദിച്ച് കാണുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. അങ്ങനെയുള്ള ചില ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം പൂർണ്ണമായിട്ട് നിങ്ങൾ വീഡിയോ കാണുക കേട്ടോ. അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് നല്ലപോലെ ക്ലിയർ ആക്കി പഠിക്കുക. സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് കാണുക കേട്ടോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കിയതിന് ശേഷം ക്വസ്റ്റ്യൻസുകളൊക്കെ മനസ്സിലാക്കി തന്നെ പഠിക്കുക. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഒബ്സർവ് ദ ഫിഗർ. വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇൻ ദ ഫിഗർ? ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ചിത്രത്തിലെ അപവർത്തന കോൺ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, റേ ഓഫ് ലൈറ്റ് വന്ന് വീഴുവാണ്, ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു, ദെൻ ഇൻസിഡന്റ് റിഫ്രാക്ട് ചെയ്ത് പോകുന്നുണ്ടല്ലോ, അപവർത്തനം സംഭവിക്കുന്നുണ്ട്. അപ്പൊ നോക്കിയാൽ ഇവിടുത്തെ സർഫസ് ഓഫ് സെപ്പറേഷനും അതുപോലെ തന്നെ ആ റിഫ്രാക്റ്റഡ് ആംഗിൾ തമ്മിലുണ്ടാകുന്ന കോൺ ഇവിടെ തന്നിട്ടുണ്ട്, 70 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം ഇവിടുത്തെ നോർമൽ ഏതാണ്? ഇതാണ്. അപ്പൊ അപവർത്തന കോൺ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരുന്നത്? നോർമലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ, അതായത് ഈ ആംഗിൾ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കുന്നത്, നോർമലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ. അപ്പൊ അത് എത്രയായിരിക്കും നോർമലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്? നമുക്കറിയാം ഇവിടെ തൊട്ട് ഈ എത്രയാണ്? 90 ഡിഗ്രി ആണ് അല്ലെ? 90 ഡിഗ്രിയാണ്. അപ്പൊ ഇത് 70 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? ദാറ്റ് ഈസ് ആംഗിൾ 90 ഡിഗ്രി വരണമെങ്കിൽ 20 ആയിരിക്കും. മനസ്സിലല്ലേ? അപ്പൊ അവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്രയാണ്? 20 ഡിഗ്രിയാണ്. അപവർത്തന കോൺ എത്രയാണ്? 20 ഡിഗ്രിയാണ്. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഇസ് ദ കറക്റ്റ് പിക്ചർ റിഗാർഡിംഗ് ദ റിഫ്രാക്ഷൻ? അപവർത്തനത്തെ കാണിക്കുന്ന കറക്റ്റ് പിക്ചർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കുക, വാട്ടറിൽ നിന്നും എയറിലേക്കാണ് കേട്ടോ, ജലം വായുവിലേക്കാണ് റേ ഓഫ് ലൈറ്റ് രശ്മി കടന്നു പോകുന്നത്. അപ്പൊ നമുക്ക് റിഫ്രാക്ഷനെ കാണിക്കുന്നത്, റിഫ്രാക്ഷൻ നടക്കണം അല്ലെ? വാട്ടറിൽ നിന്നും എയറിലേക്കാണ് അവിടെ റിഫ്രാക്ഷൻ നടക്കേണ്ടത്. അപ്പൊ നോക്കുക, റിഫ്രാക്ഷനെ കാണിക്കുന്ന ചിത്രം ഏതാ നോക്കുക. ആദ്യത്തെ കേസ് നോക്കിയാൽ വാട്ടർ, എയർ. നമുക്കറിയാം ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത കൂടിയ മാധ്യമം ഏതാണ്? ആണല്ലോ. എയറും വാട്ടറുമായിട്ട് കമ്പയർ നോക്കുമ്പോൾ ഇതാണ് സാന്ദ്രത കൂടിയ, ഡെൻസിറ്റി കൂടി ഇതാണ്. എന്ന് പറഞ്ഞിരിക്കുന്നത് ഡെൻസിറ്റി കുറഞ്ഞ, അതായത് റെയറർ മീഡിയം അല്ലേ? ഡെൻസിറ്റി കൂടിയ മീഡിയം വാട്ടറാണ്, ഡെൻസിറ്റി കുറഞ്ഞത് ഇതാണ്, എയർ ആണ്. അപ്പം ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം, സാന്ദ്രത കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്കാണ് എല്ലാ കേസിലും ഇവിടെ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് അല്ലേ? നോക്കുക, ഇവിടെ നോക്കിയ വാട്ടർ ഡെൻസിറ്റി കൂടിയതാണ്, എയർ കുറഞ്ഞാണ്. അപ്പം ഡെൻസിറ്റി കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്ക് പോകുമ്പോൾ റേ ഓഫ് ലൈറ്റ് എങ്ങനെയാണ് വരുന്നത്? അപ്പൊ ഡെൻസർ ടു റെയർ ആകുമ്പോൾ എങ്ങനെയാണ്? എവേ ഫ്രം ദ നോർമൽ, നോർമലിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ കേസിൽ നോക്കിയേ, ഇവിടെ ഡെൻസർ ടു റെയർ ആണ് അല്ലേ? അപ്പൊ എങ്ങനെ? ഇവിടെ അടുത്താണ് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ റിഫ്രാക്ഷൻ ഇവിടെ സംഭവിക്കുന്നുണ്ടോ? ഇല്ല. അപ്പം ഇതല്ല. അടുത്ത ഫിഗർ നോക്കി, ഈ രണ്ടാമത്തെ ഫിഗറിൽ എങ്ങനെയാണ്? റിഫ്രാക്ഷൻ നടക്കുന്നുണ്ടോ? ഇല്ല, നേരെയാ പോകുന്നത്. മൂന്നാമത്തെ കേസ് നോക്കിയാൽ വാട്ടറിൽ നിന്നും എയറിലേക്ക്, ഡെൻസർ ടു റെയർ, ദാറ്റ് ഈസ് എവേ ഫ്രം ദ നോർമൽ അല്ലേ? അപ്പൊ ഇത് കറക്റ്റ് ആണ്. നാലാമത്തെ ഫിഗർ നോക്കിയേ, ആ ഫിഗർ മൊത്തത്തിലെ തെറ്റ് തന്നെയാണ്, ഇവിടെയാണ് വന്ന് പതിക്കുന്നത്. അപ്പൊ ഏതാണ്? ഫിഗർ സി അല്ലെ? ഫിഗർ സി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ കൺസെപ്റ്റുകൾ കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ കൺസെപ്റ്റ് ക്ലിയർ ആക്കി പഠിച്ചു പോകട്ടോ. ഞാൻ അതിനു വേണ്ടിയാണ് പ്രത്യേകം ഓരോരോ പാർട്ടുകളായിട്ട് വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ലോണം കണ്ട് മനസ്സിലാക്കി പഠിച്ചിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക കേട്ടോ. ഗീവ് റീസൺ ഈവൻ ആഫ്റ്റർ ദ സൺ has disappeared from the horizon, it is still possible to see the sun for a short time thereafter. ചക്രവാളത്തിൽ മറിഞ്ഞു കഴിഞ്ഞാലും അല്പസമയത്ത് കൂടി സൂര്യനെ കാണാൻ സാധിക്കും. നമ്മൾ പഠിച്ചതാണ് അല്ലേ? റീസൺ അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്, അന്തരീക്ഷത്തിലെ അപവർത്തനം കാണാമെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്താണ്. ആൻസർ അങ്ങ് എഴുതുക കേട്ടോ. റേസ് ഓഫ് ലൈറ്റ് അണ്ടർഗോ സക്സസീവ് റിഫ്രാക്ഷൻ റേസ് അപ്പിയർ ടു കം ഫ്രം എ ഹയർ പോയിന്റിൽ, ഹയർ പോയിന്റിൽ നിന്ന് വരുമ്പോൾ എങ്ങനെയാണ്? സക്സസീവ് റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട്. അറ്റ്മോസ്ഫിയറിലെ ലെയറിൽ വെച്ച് സക്സസീവ് ആയിട്ട് റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട്. ഇതാണ് റീസൺ. അന്തരീക്ഷത്തിലെ സാന്ദ്രതാ വ്യത്യാസം മൂലം തുടർച്ചയായ അപവർത്തനം സംഭവിക്കുന്നുണ്ട്. അപ്പം വ്യത്യാസത്തിന് കാരണം എന്താണ്? അവിടെ താപനില വ്യത്യാസം കാരണമാണ്. അപ്പൊ സൂര്യപ്രകാശം ഭൂമിയുടെ അന്തരീക്ഷത്തിൽ കിടക്കുമ്പോൾ അപവർത്തനം സംഭവിക്കുന്നുണ്ട്. തെരെ അപവർത്തനം സംഭവിച്ചിട്ടാണ് അതുകൊണ്ടാണ് ഇപ്പം സൂര്യൻ മറിഞ്ഞു കഴിഞ്ഞാലും അല്പസമയത്തിനു കൂടി സൂര്യൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസ് ഒക്കെ ഇതെല്ലാം ഇതിന് എക്സാമ്പിൾ ആണ് കേട്ടോ. അപ്പൊ ആ ഒരു സെക്ഷൻ നല്ലോണം
പഠിക്കുക കേട്ടോ. then അടുത്ത ക്വസ്റ്റ്യൻ നോക്കട്ടോ. if the speed of light in vacuum is 3 into 10 raised to 80 meter per second and the refractive index of the glass is 1.5, calculate the speed of light in the glass. ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, പ്രോബ്ലം ആണ്. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓർത്തോളൂ കേട്ടോ. ആദ്യമേ ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതുക. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം തന്നിട്ടുണ്ട് അല്ലേ, എത്രയാണ്, അതായത് സി തന്നിട്ടുണ്ട്. സി എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3 into 10 raised to 80 meter per second തന്നിട്ടുണ്ട്. പിന്നെ എന്താണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ്, ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട് 1.5 എന്നും തന്നിട്ടുണ്ട്. ഇതിനാണ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ ഗ്ലാസ് ആണ് കാണുന്നത്, വി ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ, ഗ്ലാസിന്റെ സ്പീഡ് ഓഫ് ലൈറ്റ്. അപ്പൊ നമുക്ക് പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ഏതാണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ n is equal to c/v എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇക്വേഷൻ എഴുതിയിരിക്കണം കേട്ടോ. ഇക്വേഷന് മാർക്കുണ്ട്. ഇക്വേഷൻ ഒക്കെ എഴുതുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ബോക്സ് വരച്ചിടാൻ ശ്രദ്ധിക്കുക കേട്ടോ. ദെൻ നമ്മൾ വി ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്താൽ വിയിലേക്ക് റീഅറേഞ്ച് ചെയ്യുക, അതായത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ്, ജി എന്ന് എഴുതിയിരിക്കുന്ന ഗ്ലാസിനെ അതൊന്ന് കാണിക്കാൻ വേണ്ടി എന്നുള്ളൂ കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു c/n എന്ന് എഴുതാം അല്ലേ. c/n ആണ് ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. സി എന്ന് പറഞ്ഞാൽ 3 into 10 raised to 8 ആണ്, ദാറ്റ് ഈസ് മീറ്റർ പെർ സെക്കൻഡ്. ദെൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആണ് തന്നിട്ടുണ്ട്. അപ്പം 3 divided by 1.5 എത്ര വരും ആൻസർ, 2 എന്ന് വരും അല്ലേ. അപ്പം 2 into 10 raised to 8 meter per second. മനസ്സിലായല്ലോ. അപ്പൊ എന്താണ് ഗ്ലാസിന്റെ സ്പീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 into 10 raised to 8 meter per second ആണ് ഗ്ലാസിന്റെ സ്പീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ കേട്ടോ. ഇതാ ഇവിടെ നോക്കുക. എമംഗ് എ ആൻഡ് ബി വിച്ച് ഈസ് ഓഫ് ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. എ ബി ഇതുകൊണ്ട് ഇതിൽ പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ട് മീഡിയം ആണ് തന്നിരിക്കുന്നത്, എയും ബിയും ആണ് തന്നിരിക്കുന്നത്. രണ്ട് എന്താണ് മാധ്യമം തന്നിട്ടുണ്ട്, എയും ബിയും. അപ്പൊ പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കുക, എയിൽ നിന്നാണ് ലൈറ്റ് റേ പോകുന്നത് അല്ലേ. എയിൽ നിന്ന് ലൈറ്റ് റേ പോകുന്നുണ്ട്. then എന്ത് സംഭവിക്കുന്നുണ്ട് അവിടെ, ഈ സർഫസ് സെപ്പറേഷനിലാണ് അവിടെ റിഫ്രാക്ഷൻ സംഭവിക്കുന്നത്. റിഫ്രാക്റ്റഡ് ഈ സർഫസ് ഓഫ് സെപ്പറേഷനിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ്, നമുക്കറിയാം സർഫസ് ഓഫ് സെപ്പറേഷനിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഏത് മീഡിയത്തിലേക്ക് ആയിരിക്കണം കൂടുതൽ ലൈറ്റ് ട്രാവൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എവേ ഫ്രം ദ നോർമൽ അല്ലേ. നോർമൽ ഇതാണല്ലോ, നോർമലിൽ നിന്നും എവേ ആയിട്ട് അകന്നാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പൊ നോർമലിൽ നിന്നും അകന്നിരിക്കണമെങ്കിൽ എങ്ങനെയായിരിക്കണം, മാധ്യമം, അതായത് പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞതിലേക്ക് പോകണം അല്ലേ. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞതിലേക്ക്, അതായത് ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയത്തിലേക്ക് പോയാലേ ഉള്ളൂ ഈ ഒരു രീതിയിൽ എവേ ഫ്രം ദ നോർമൽ വരത്തുള്ളൂ അല്ലേ. അപ്പൊ ഏതാണ് സാന്ദ്രത കൂടിയത്, എ ആണ് അല്ലേ. സാന്ദ്രത കൂടിയ മാധ്യമം ഏതാണ്, എ ആണ്. മനസ്സിലായല്ലോ. ഇനി അതിൻ്റെ ഒരു ബി പാർട്ട് ഉണ്ട് കേട്ടോ. if the angle of incidence at A is 45 degree, what will be the path of the light ray. അതായത് എയിലെ പതനകോൺ 45 ഡിഗ്രി ആയാൽ പ്രകാശരശ്മിയുടെ പാത എപ്രകാരമായിരിക്കും. ഇവിടെ തന്നിട്ടുണ്ട് ഇൻസിഡന്റ് റേയുടെ ഇവിടെ 42 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. 42 ഡിഗ്രി 42 ഡിഗ്രി വന്നപ്പോൾ എന്ത് സംഭവിച്ചു, അപ്പോൾ അവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് 90 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആവുന്ന കേസിലെ ആംഗിളിനെ നമ്മൾ എന്താണ് പറയുന്നത്, ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പോൾ ഇവിടുത്തെ ക്രിട്ടിക്കൽ ആംഗിൾ 42 ഡിഗ്രി ആണെന്നും പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായല്ലോ. അപ്പം ഇനി പറയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 42 ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമ്മൾ കൂട്ടുക 45 ആവുകയാണെങ്കിൽ പ്രകാശരശ്മിയുടെ പാത എങ്ങനെയായിരിക്കും, അതായത് ക്രിട്ടിക്കൽ കോൺ ഇവിടെ ആയി ഇല്ലേ. ക്രിട്ടിക്കൽ കോണിനേക്കാളും കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, സെയിം മീഡിയത്തിലേക്ക് വേണം, ഇങ്ങനെ തന്നെ തിരിച്ചു പോരില്ല, സെയിം മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചു പോകും ഇല്ല. അതായത് ഇവിടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കും ഇല്ലേ. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പൂർണ്ണാന്തര പ്രതിപതനം അവിടെ സംഭവിക്കും അല്ലെ. പൂർണ്ണാന്തര പ്രതിപതനം സംഭവിച്ചിട്ട് എന്ത് സംഭവിക്കും, ഇവിടെ ചോദിച്ചാൽ പ്രകാശരശ്മിയുടെ പാത എപ്രകാരമായിരിക്കും എന്ന് ചോദിച്ചാൽ പ്രകാശരശ്മി എങ്ങനെയായിരിക്കും, അതേ മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചു പോകും. അതായത് എ എന്ന് പറഞ്ഞിരിക്കുന്ന മാധ്യമത്തിലേക്ക് തന്നെ പ്രകാശരശ്മി തിരിച്ചു വരും. അതിന് കാരണം എന്താണ്, അവിടെ പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കുന്നു. അപ്പൊ എങ്ങനെ പറയാം, ദ റേ ഓഫ് ലൈറ്റ് ഈസ് കമ്പാക്ട് ടു ദ സെയിം മീഡിയം ഇല്ലേ. റേ ഓഫ് ലൈറ്റ് ഈസ് കമ്പാക്ട് ടു ദ സെയിം മീഡിയം എന്ന് പറയാം. അല്ലെങ്കിൽ എന്ത് പറയാം, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഹാപ്പൻസ് എന്ന് പറയാം. മനസ്സിലായല്ലോ. അപ്പം അതേ മാധ്യമത്തിലേക്ക് തന്നെ ലൈറ്റ് റേ വരുന്നു. Then അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. when the angular refraction is 90 degree, by what name is the angular refraction known as. അപവർത്തന കോൺ 90 ഡിഗ്രി ആകുമ്പോൾ പതനകോൺ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്, ക്രിട്ടിക്കൽ ആംഗിൾ അല്ലെ. ക്രിട്ടിക്കൽ ആംഗിൾ എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ. എങ്ങനെ അറിയപ്പെടുന്നു, ക്രിട്ടിക്കൽ ആംഗിൾ അല്ലെ. ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് അറിയപ്പെടുന്നു, ക്രിട്ടിക്കൽ കോൺ. മനസ്സിലായല്ലോ.
ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാട്ടോ. ഫിഗർ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇവിടെ കെറോസിനും വാട്ടറുമാണ്. നീല നിറത്തിൽ കൊടുത്തിരുന്ന കെറോസിനാണ്, മണ്ണെണ്ണയാണ്. ദെൻ വാട്ടറും കൊടുത്തിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ എന്ന് വെച്ചാൽ 1.3 ആണ്. റിലേറ്റീവ് ഡെൻസിറ്റി ഈസ് 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വാട്ടറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിരുന്നത് 1.33 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആവേശിക സാന്ദ്രത എന്ന് പറഞ്ഞിരിക്കുന്നത് 1 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദെൻ അതുപോലെ തന്നെ കെറോസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.44ഉം റിലേറ്റീവ് ഡെൻസിറ്റി 0.82 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വിച്ച് മീഡിയം ഹാസ് എ ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വാട്ടറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ എത്രയാണ്? 1.33. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കെറോസിൻ എന്ന് പറഞ്ഞിരിക്കുന്നത് 1.44 ആണ്. അപ്പം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ ഏതിനാണ്? കെറോസിനാണ് കൂടുതലല്ലേ. അപ്പം റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി തമ്മിൽ റിലേഷൻ ഉണ്ട്, നമ്മൾ പഠിച്ചതാണ്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ലെ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുവാണെങ്കിൽ എന്തിനാ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അവിടെ കൂടുതലായിരിക്കും അല്ലെ. അതിന് നേരെ തിരിച്ചായിരിക്കും എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ലൈറ്റിന്റെ സ്പീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ 3 കാര്യം ഞാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞാണ് ഇത് ഇങ്ങനെ തന്നെ പഠിച്ചോളൂ എന്നുള്ളത്. സ്പീഡ് ഓഫ് ലൈറ്റ് കുറയുന്ന കേസിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കൂടുതലായിരിക്കും. അതായത് സ്പീഡ് ഓഫ് ലൈറ്റും ഈ 2 കേസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷനിലാണ്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും എങ്ങനെയാണ്? നേർ അനുപാതത്തിലാണ്, ഡയറക്ട്ലി പ്രപ്പോർഷനിലാണെന്ന് പറയാം. അപ്പൊ ചോദിച്ചിരിക്കുന്നത് ഏതാണ്? വിച്ച് മീഡിയം ഹാസ് എ ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി? ഏത് മീഡിയത്തിനാണ് കൂടിയ സാന്ദ്രത എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയം, അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ മാധ്യമത്തിനായിരിക്കും അവിടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ലെങ്കിൽ പ്രകാശീയ സാന്ദ്രത കൂടുതൽ ഇല്ല. അപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏതിനാണ് കൂടുതൽ? കെറോസിനാണ് കൂടുതൽ. കെറോസിനാണ് കൂടുതൽ. അതുകൊണ്ട് ഏതിനാണ്? കെറോസിൻ അല്ലെ, കെറോസിൻ മണ്ണെണ്ണയ്ക്കാണ് അവിടെ സാന്ദ്രത കൂടുതൽ. മനസ്സിലായല്ലോ? ദെൻ അടുത്ത നോക്കുക. AB ചിത്രങ്ങളിൽ ഏതിനാണ് പൂർണ്ണാന്തര പ്രതിഫലനം ഉണ്ടാകാനുള്ള സാധ്യത? 2 ഫിഗറുണ്ട്, എയും ബിയും ഉണ്ട്. ഇതിൽ ഏതിനാണ് ടോട്ടൽ ലൈനർ റിഫ്ലക്ഷൻ സംഭവിക്കാൻ കൂടുതൽ ചാൻസ് എന്നാണ് ചോദിച്ചത്. അതിന്റെ ഉത്തരം നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പം നോക്കുക, ഏതിനായിരിക്കും പൂർണ്ണാന്തര പ്രതിഫലനം സംഭവിക്കാൻ ചാൻസ് കൂടുതൽ? ഇവിടെ ഡെൻസിറ്റി കൂടുതൽ ഏതാണ്? ഡെൻസിറ്റി കൂടുതൽ കെറോസിനാണ് അല്ലെ. കെറോസിനാണ് ഡെൻസിറ്റി കൂടുതൽ, വാട്ടറിന് ഡെൻസിറ്റി കുറവാണ്. അപ്പൊ എന്താ നോക്കുക, ആദ്യത്തെ ഫിഗർ നോക്കുക. ആദ്യത്തെ ഫിഗറിന് ഡെൻസിറ്റി കൂടുതലിൽ നിന്നും കുറഞ്ഞതിലേക്കാണ് പോകുന്നത് അല്ലെ. അപ്പൊ ആദ്യം നോക്കിയേ, ഡെൻസിറ്റി കൂടുതൽ കെറോസിനാന്ന് നമുക്കറിയാം. അപ്പൊ കെറോസിനിൽ നിന്നും ഡെൻസിറ്റി കുറഞ്ഞ വാട്ടറിലേക്ക് വരും ഇല്ലേ. ഡെൻസിറ്റി കുറഞ്ഞ വാട്ടറിലേക്ക് വന്നു കഴിയുമ്പോൾ എന്താണ് സമയം? ഡെൻസർ ടു റെയർ മീഡിയം, കൂടുതലിൽ നിന്നും കുറഞ്ഞതിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ്? എവേ ഫ്രം ദ നോർമൽ. നമ്മളിവിടെ നോർമൽ ഇവിടെ വരയ്ക്കുവാണെന്നുണ്ടെങ്കിൽ എന്താണ്? നോർമൽ അല്ലെ, നോർമൽ ഇവിടെ വരച്ചു. അപ്പം എവേ ഫ്രം ദ നോർമൽ, നോർമലിൽ നിന്നും ഇങ്ങനെ അകന്നു പോകും ഇല്ലേ. ഈ ഒരു കേസിൽ നോക്കിയ വാട്ടറിൽ നിന്നും കെറോസിനിലേക്ക് പോകുക. വാട്ടറിൽ നിന്നും കെറോസിനിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ്? കുറഞ്ഞതിൽ നിന്നും കൂടുതലേക്കാണ്. അങ്ങനെയാണ്. അപ്പൊ 2 hours നോർമൽ അല്ലെ, നോർമലിനോട് അടുത്ത് നിൽക്കും അല്ലെ, നോർമൽ അടുത്ത് നിൽക്കും. എന്നാ നോക്കി, ഇതിങ്ങനെ വരച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏതിനായിരിക്കും അവിടെ ടോട്ടൽ ലൈനർ റിഫ്ലക്ഷൻ പൂർണ്ണാന്തര പ്രതിഫലനം സംഭവിക്കാൻ ചാൻസ് കൂടുതൽ? ഏതിനാണ്? എവേ ഫ്രം ദ നോർമൽ. എവേ ഫ്രം ദ നോർമൽ ഇങ്ങനെ വന്നാൽ മാത്രമല്ല തിരിച്ച് അതേ മീഡിയത്തിലേക്ക് വരത്തുള്ളൂ. അപ്പൊ ഏത് ചിത്രത്തിനായിരിക്കും? എയ്ക്കായിരിക്കും അല്ലേ. സാധ്യത കൂടുതൽ ഏതിനാണ്? എയ്ക്കാണ്. അതിന് കാരണം എന്താണ്? ടോട്ടൽ ലൈനർ റിഫ്ലക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? റേ ഓഫ് ലൈറ്റ് ഈസ് എൻറ്ററിങ് ഫ്രം ഡെൻസർ ടു റെയറർ മീഡിയം. ഡെൻസർ ടു റെയറർ മീഡിയത്തിലേക്ക് ആണ് റേ ഓഫ് ലൈറ്റ് എൻ്റർ ചെയ്യുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? എവേ ഫ്രം ദ നോർമൽ. അതായത് സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും, എഴുതിക്കോളൂ കേട്ടോ, സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് റേ ഓഫ് ലൈറ്റ് രശ്മി കടന്നു പോകുമ്പോൾ അത് നോർമലിൽ നിന്നും അകന്നാണ് പോകുന്നത്. അപ്പം ഈ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെയാണ് എയ്ക്കാണ് അവിടെ പൂർണ്ണാന്തര പ്രതിഫലനം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലുള്ളത്. മനസ്സിലായല്ലോ? അപ്പൊ എയ്ക്കാണ് ചാൻസ് കൂടുതൽ. അതിന്റെ റീസൺ എന്താണ്? Total internal reflection happens only when a ray of light is entering from optically denser medium to rarer medium and it away from the normal. Then അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക കേട്ടോ. ടേബിൾ നോക്കുക, ഇതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ തരത്തിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകളാണ് കേട്ടോ. ദാ മീഡിയം തന്നിട്ടുണ്ട്, ക്രൗൺ ഗ്ലാസ്, ഗ്ലിസറിന്, സൺഫ്ലവർ, വാട്ടർ, ഫ്ലിൻ ഗ്ലാസ് തന്നിട്ടുണ്ട്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് മീഡിയംസ് ഗിവൺ ഇൻ ദ ടേബിൾ ഈസ് എ സ്പീഡ് ഓഫ് ലൈറ്റ് ലീസ്റ്റ്? സ്പീഡ് ഓഫ് ലൈറ്റ് ഏറ്റവും കുറഞ്ഞ മീഡിയം പട്ടികയിൽ കൊടുത്തിട്ടുള്ള മാധ്യമത്തിൽ ഏതിനാണ് പ്രകാശവേഗം കുറവുള്ളത്? നമ്മൾ പറഞ്ഞതാണല്ലോ, സ്പീഡ് ഓഫ് ലൈറ്റും ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തമ്മിലുള്ള റിലേഷൻ പറഞ്ഞാണ്. സ്പീഡ് ഓഫ് ലൈറ്റ് കുറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെയാണ്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലായിരിക്കും, അതുപോലെ തന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കൂടുതലായിരിക്കും. അത് സ്പീഡ് ഓഫ് ലൈറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും എങ്ങനെയാണ്? വിപരീത അനുപാതത്തിലാന്ന് പറഞ്ഞത്. സ്പീഡ് ഓഫ് ലൈറ്റ് കുറയുവാണെന്നുണ്ടെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ചോദിച്ചാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പം സ്പീഡ് ഓഫ് ലൈറ്റ് കുറവുള്ള മീഡിയം,
സ്പീഡ് ഓഫ് ലൈറ്റ് കുറവുള്ള മീഡിയത്തിൽ എങ്ങനെയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായിരിക്കും. അപ്പോൾ ഈ കേസിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇവിടെ ഏറ്റവും കൂടുതലുള്ള ഏതിനാണ്? ഫ്ലിന്റ് ഗ്ലാസ്സിന് അല്ലേ, ഫ്ലിന്റ് ഗ്ലാസ്സിനാണ്. അപ്പം ഏതിനാണ് ആൻസർ? ഏറ്റവും കുറവുള്ള മീഡിയം ഏതാണ്? ഫ്ലിന്റ് ഗ്ലാസ് അല്ലേ, ഫ്ലിന്റ് ഗ്ലാസ്സിനാണ് അവിടെ ലൈറ്റിന്റെ പ്രകാശ വേഗത കുറവുള്ളത്. മനസ്സിലായല്ലോ. ഇനി ഇൻ വിച്ച് പെയർ ഓഫ് മീഡിയം വിൽ ദ ലൈറ്റ് റേ പാസസ് വിത്തൗട്ട് ഡീവിയേഷൻ ഈവൻ ഇറ്റ് ഫോൾസ് ഒബ്ലിക്വലി ഫ്രം വൺ ടു അനദർ? ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി ചെരിഞ്ഞു പതിച്ചാലും പ്രകാശരശ്മിയുടെ സഞ്ചാരപാതയ്ക്ക് വ്യതിയാനം സംഭവിക്കാത്ത മാധ്യമ ജോഡി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വ്യതിയാനം സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് ചെരിഞ്ഞ് വീഴുവാണ്, രണ്ട് ജോഡികൾക്കുള്ള വ്യതിയാനം സംഭവിക്കുന്നില്ല, അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒരുപോലെയാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒരുപോലെയുള്ള രണ്ട് ജോഡികൾ ഏതാണ്? ഗ്ലിസറിനും സൺഫ്ലവർ ഓയിൽ അല്ലേ, ഗ്ലിസറിൻ അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിൽ, ഗ്ലിസറിൻ സൺഫ്ലവർ ഓയിൽ കേട്ടോ. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ക്വസ്റ്റ്യൻ ആണ്, അത് തിരിച്ചു ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ ലെറ്റർ സക്സസ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കോട്ടെ, കാര്യം മനസ്സിലാക്കി തന്നെ പഠിക്കുക, വെറുതെ പഠിച്ചു പോകാതെ കാര്യം മനസ്സിലാക്കി തന്നെ പഠിച്ചു പോകുക കേട്ടോ. അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസുകൾ കേട്ടോ. വാട്ട് ആർ ദ സിറ്റുവേഷൻസ് വേർ ടോട്ടൽ ലൈനർ റിഫ്രഷൻ ടേക്സ് പ്ലേസ്? ടോട്ടൽ ലൈനർ റിഫ്രഷൻ നടക്കുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ കണ്ടീഷൻസ് നമ്മൾ പഠിച്ചതാണ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ടോട്ടൽ ലൈനർ റിഫ്രഷൻ്റെ കണ്ടീഷൻസ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ റേ ഓഫ് ലൈറ്റ് ട്രാവൽസ് ഫ്രം എ മീഡിയം ഓഫ് ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ലേ, ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ടു എ മീഡിയം ഓഫ് ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. അതുപോലെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കണം. ഈ രണ്ട് കണ്ടീഷനിലുള്ളൂ പൂർണ്ണാന്തര പ്രതിപതനം അവിടെ സംഭവിക്കത്തുള്ളൂ. മനസ്സിലായല്ലോ. നമ്മൾ പോർഷൻ എടുത്തപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് കേട്ടോ, അത് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ഇനി അടുത്ത് നോക്കുക. ലൈറ്റ് ഒബ്ലിക്കലി ട്രാവൽസ് ഫ്രം ഗ്ലാസ് ടു എയർ, ക്രിട്ടിക്കൽ ആംഗിൾ ഈസ് 42 ഡിഗ്രി. വാട്ട് മീൻ ചെയ്ത് ക്രിട്ടിക്കൽ ആംഗിൾ? അത് ലൈറ്റ് ഗ്ലാസ്സിൽ നിന്നും എയറിലേക്ക് ട്രാവൽ ചെയ്യുന്നു, പ്രകാശരശ്മി ഗ്ലാസ്സിൽ നിന്നും എയറിലേക്ക് വരുന്നു, ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ 42 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ ക്രിട്ടിക്കൽ ആംഗിൾ ഉദ്ദേശിക്കുന്നത്? എന്താണ്? when a ray of light passes from a medium of greater optical density, the angle of incidence at which the angle of refraction becomes 90 degrees the critical angle. അതായത് ഒരു രശ്മി സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, അപവർത്തന രശ്മി 90 ഡിഗ്രി ആകുന്ന ആ സന്ദർഭത്തിൽ എന്താണ് ഇൻസിഡന്റ് റേ അല്ലെ, പതനകോണാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്രിട്ടിക്കൽ ആംഗിളിന്റെ ഡെഫിനിഷൻ അങ്ങ് എഴുതി വെച്ചാൽ മതി കേട്ടോ. Then what happens to the ray of light when the angle of incidence is 45 degree? Angle of incidence 45 ആകുമ്പോൾ എന്ത് സംഭവിക്കും? the ray reflected back to the same medium അല്ലേ, നമ്മളൊരു ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു, റേ എന്ത് സംഭവിക്കും? റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദ സെയിം മീഡിയം ഇല്ലേ. അപ്പോൾ അതിനെ നമ്മൾ എന്ത് പറയുന്നത്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണെന്ന് എഴുതുക കേട്ടോ. അതിൻ്റെ കൂടെ അതിൻ്റെ ഡെഫിനേഷനും കൂടെ അങ്ങ് എഴുതി വെച്ചേക്കുക. ടോട്ടൽ റിഫ്ലക്ഷൻ ആണ് റീസൺ, അതും കൂടെ എഴുതി വെച്ചേക്കുക. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ഈ ആദ്യത്തെ ഒരു സെക്ഷൻ 1 മാർക്കായിരിക്കും, പിന്നെ ഈ എഴുതുന്നതിനൊക്കെ 1 മാർക്കും ആയിരിക്കും. ആ ഒരു രീതിയിലായിരിക്കും മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ. മനസ്സിലായല്ലോ. അപ്പം നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ മാത്രമുള്ളൂ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തുള്ളൂ കേട്ടോ. ഇനിയും ഉണ്ട് ക്വസ്റ്റ്യൻസുകൾ. അപ്പം നിങ്ങൾ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ട് അതും പഠിക്കുന്ന കാര്യം ഓർത്തോണം, ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ ഈ ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. നമുക്ക് ഇനിയും ക്വസ്റ്റ്യൻസുകളുണ്ട്, അതൊക്കെ നമുക്ക് വരും ക്ലാസ്സുകളൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസുകളെല്ലാം നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം കേട്ടോ. ഇതിലൊന്നും സ്കിപ്പ് ചെയ്ത് കളയല്, എല്ലാം പഠിച്ചിരിക്കുക, എഴുതിയെടുത്തിട്ട് പഠിക്കുക, പ്രോബ്ലംസ് ഒക്കെ തന്നെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റുകളൊക്കെ അറിയിക്കുക കേട്ടോ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പം താങ്ക്